ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടു റൈറ്റ് ദ റിമെമ്പർ ഓഫ് ഹെർ ഗ്രാൻഡ് മദർ, അതായത് എന്ത് എഴുതാനും ഗ്രാൻഡ് മദറിൻ്റെ ഓർമ്മകൾ എഴുതാനും. ആൻഡ് അതെന്താണ്, ഏത് പോയിന്റ് ബേസ് എഴുതണം? സെൻറ്റിമെൻ്റ് ആണ്, കെയറിങ്, ലവ് അല്ലേ? ഈ 3 കാര്യങ്ങളാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ കവിയത്രി പറയുന്നത് അല്ലേ? ഗ്രാൻഡ് മദർ അത്രയ്ക്കും എന്താണ്, ലവിങ് ആണ്, കെയറിങ് ആണ്, പിന്നെന്താണ്, ഭയങ്കര സെൻറ്റിമെൻ്റലായിട്ട് നോക്കിയതാണ് അല്ലേ? ദർ ഈസ് എ ഹൗസ് നൗ ഫാർ അവേ വൺസ് ഐ റിസീവ്ഡ് വൺ ദാറ്റ് വുമൻസ് ഡൈഡ്. ഹൂ വാസ് ഡൈഡ്, ആരാ മരിച്ചത്? ദ വുമൻസ് മീൻസ് ഹെർ ഗ്രാൻഡ് മദർ അല്ലേ? നമ്മുടെ ആരുടെ ഗ്രാൻഡ് മദർ? നമ്മുടെ കവിയത്രിയുടെ ഗ്രാൻഡ് മദർ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ വീട്ടിൽ എന്താണ്? സ്നേക്സ് എന്നാണ് എന്താ അർത്ഥം? അവിടെ ഒറ്റ വേർഡേ കവിയത്രി പറയുന്നുള്ളൂ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്നേക്ക്? എന്താ സ്നേക്ക് എന്ന് പറയാൻ എന്താ കാരണം? നേരത്തെ മിസ് എന്താ പറഞ്ഞത്? അവിടെ ഇഴജന്തുക്കൾ, കാരണം മറ്റുള്ള ഇഴജന്തുക്കൾ എല്ലാത്തിനും കൂടി ഒറ്റ വേർഡിലാണ് ഒതുക്കിയത്, സ്നേക്ക് അല്ലേ? കുറേ ഇഴജന്തുക്കൾ അവിടെ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയുന്നത്? അപ്പോൾ ഇഴജന്തുക്കളുണ്ട്, അതുകൊണ്ട് പിന്നെ അവിടെ ഒച്ച അനക്കൊന്നുമില്ല, സൈലൻസ് ആണ്. അതുകൊണ്ടാണല്ലോ ഇഴജന്തുക്കൾ വരുന്നത് അല്ലേ? ഒരു വീട്ടിൽ ഒച്ചപ്പാടോ അനക്കൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും കയറുമോ? മൃഗങ്ങളോ അല്ലെങ്കിൽ ഇഴജന്തുക്കളൊന്നും കയറൂല എന്നാണ് നമ്മുടെ കവിയത്രി പറയുന്നത്. ഷീ യൂസ്ഡ് ദ വേർഡ്. നെക്സ്റ്റ് സെക്ഷനിൽ ഒരു വരി, നെക്സ്റ്റ് How often I the questions in below. Now let's go to the next part of the poem. അപ്പോൾ നെക്സ്റ്റ് 2 സെക്ഷൻ മിസ് പറഞ്ഞല്ലോ പാഠം പോകുന്നത് അല്ലേ? നെക്സ്റ്റ് സെക്ഷൻ മിസ് ഒന്ന് വായിക്കാം. How often I think of going there. I peer through a blind eyes to window or just listen to the frozen air on wild despair to pick and harmful of darkness to bring if here to die behind my bedroom door like a brooding dog. Okay. താഴെ കൊടുത്തിരിക്കുന്നത് മിസ് ഒന്ന് വായിക്കാം. എന്താ പറഞ്ഞത്? ലുക്ക് ദ ഫ്രേസ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ഇപ്പം പറഞ്ഞ ഫ്രേസിൽ നമ്മൾ ആ ഒരു സെഷനിലാണ് പറഞ്ഞത് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ. ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോ? മീൻസ് ഇറ്റ്സ് എ നോൺ ലിവിങ് ഒബ്ജെക്ട്. ഇൻ ദ പോയം ദ വിൻഡോ ഹാസ് ബീൻ ഗിവൺ എ ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലേ? അപ്പോൾ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോനെ എന്താണ്? ഒരു ഹ്യൂമൻ ഫിസിക്കലായിട്ടാണ്, ഒരു ജീവനുള്ള വസ്തുവായിട്ടാണ് വിൻഡോനെ കാണുന്നത്. വിൻഡോക്ക് എന്തില്ല? കണ്ണ് അടച്ചു. വിൻഡോ ഒരാൾ രൂപമായി, ഒരു ജീവനുള്ള വസ്തുവായി ജനാലയെ സങ്കല്പിച്ചാൽ ആ വസ്തു കണ്ണടച്ചു പോയി എന്ന് പറഞ്ഞാൽ ജനാലയിൽ നോക്കി ഒന്നും കാണുന്നില്ല. മീൻസ് അത് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമിന് വരുന്ന ചോദ്യമാണ്. ലുക്ക് ദ ഫ്രേസ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ഓക്കെ, ബ്ലൈൻഡ് ഐസ് ഓഫ് blind eyes of windows. ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പിന്നെ വിൻഡോസിൻ്റെ കണ്ണടഞ്ഞു പോയത്. കാരണം വിൻഡോസിൻ്റെ അരികിലിരുന്ന് ദൂരെ കാഴ്ചകൾ കണ്ട നനുത്ത കാറ്റേറ്റ് ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കവിയത്രിക്ക് അവിടെ ഇരിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ വിൻഡോസിൻ്റെ ഐസ് തന്നെ അടഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. വൈ ഇസ് ദ എയർ ഇസ് ഗ്രാൻഡ് മദർ ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഫ്രോസൺ. എന്തുകൊണ്ടാണ് അങ്ങനെ തണുത്തുറഞ്ഞു പോയത്? എയർ തണുത്തുറഞ്ഞ എന്താ കാരണം? അവിടെ ആരും ഒച്ച അനക്കൊന്നുമില്ല, മുത്തശ്ശി മരിച്ചുപോയി അല്ലേ? പിക്ക് ഔട്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഇൻ ആൻഡ് ദ ബ്ലൈൻഡ് ഓഫ് മൈ ബെഡ്റൂം ലൈക്ക് ആൻ യു കനോട്ട് ദ ബിലീവ് ഡാർലിംഗ് ക്യാൻ യു ഐ ലിവ് ഇൻ സച്ച് എ ഹൗസ് ഓഫ് ബി പ്രൗഡ് ആൻഡ് ലൗഡ്. നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ വരിക? നെക്സ്റ്റ് ടു ഫ്രേസ് പറയുന്നത് നെക്സ്റ്റ് അതിനകത്ത് വേറൊരു സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. യു കനോട്ട് ബിലീവ് ഡാർലിംഗ് ക്യാൻ യു. ഇത് വരികളാണ്, പദ്യത്തിൻ്റെ വരികളാണ്. യു കനോട്ട് ബിലീവ് ഡാർലിംഗ് ക്യാൻ യു ദാറ്റ് ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ് വാസ് പ്രൗഡ് ആൻഡ് ലൗഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൗഡ് ആൻഡ് ലൗഡ്? എന്തുകൊണ്ടാണ് കവി അങ്ങനെ അർത്ഥമാക്കുക? ആ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൗഡ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രൗഡ് ആൻഡ് proud and loud? What is the meaning of proud and loud? എന്തുകൊണ്ടാണ് അഭിമാനകരവുമാണ് പിന്നെ ലവബിൾ ആണ് എന്ന് പറയാൻ എന്താണ് കാരണം? കാരണം നമ്മുടെ കവിയത്രി പണ്ട് ജീവിച്ചിരുന്നതും ഗ്രാൻഡ് മദർ ഉള്ളപ്പം കുറേ വാരിക്കോരി സ്നേഹം നൽകി വളർത്തിയൊരു പേരക്കുട്ടിയാവാം ആര്? നമ്മുടെ കവിയത്രി. അതുകൊണ്ട് തന്നെ അത് മറക്കാൻ പറ്റാത്തൊരു സ്നേഹമാണ്. എൻ്റെ മുത്തശ്ശി മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരത്രക്കും സെൻറ്റിമെൻ്റലായിട്ടാണ് നമ്മുടെ കവിയത്രി ഇവിടെ മുത്തശ്ശിയെ പറ്റി അവതരിപ്പിക്കുന്നത്. യു കനോട്ട് ബിലീവ് ഡാർലിംഗ് ക്യാൻ യു ഐ ലിവ്ഡ് ഇൻ സച്ച് എ ഹൗസ് വാസ് പ്രൗഡ് ആൻഡ് ലൗഡ്. നെക്സ്റ്റ് സെക്ഷനാണ്. നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നത് ഐ ഹു ഹാവ് ടു ലോസ് മൈ വേ ആൻഡ് ബെഗ് നൗ സ്ട്രേഞ്ചേഴ്സ് ഡോസ് ടു റിസീവ് ലവ് അറ്റ്ലീസ്റ്റ് എ സ്മോൾ ചേഞ്ച് അല്ലേ? കാരണം
ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ആൻഡ് ബെഗ്. ഞാൻ എൻ്റെ സ്നേഹം, എൻ്റെ ആ കാലഘട്ടം കഴിഞ്ഞുപോയി, നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ സ്നേഹത്തിന് വേണ്ടി ഇരക്കേണ്ട ഒരു കാലഘട്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. She remembers her childhood in her grandmother's house, and when she was loved, she has a deep sense of sorrow in the present because no one loves her now. അപ്പോൾ എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇതിൻ്റെ ആൻസറാണ് മിസ് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൻ്റെ അനലൈസേഷൻ ഓഫ് ദാറ്റ് ലൈൻ ലാസ്റ്റ് ഇപ്പോൾ മിസ് വായിച്ച ഒരു 3 വരിയില്ലേ, അതിൻ്റെ അനലൈസേഷൻ്റെ ആൻസറാണ് മിസ് വായിക്കുന്നത്. ഷീ റിമെമ്പർ ഹെർ ചൈൽഡ്ഹുഡ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ആരാണ് റിമെമ്പർ ചെയ്യുന്നത്? കമലാദാസ് അല്ലെങ്കിൽ എഴുത്തുകാരി അല്ലേ. ദ റൈറ്റേഴ്സ് ഹെർ ചൈൽഡ്ഹുഡ് ഇൻ ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വെൻ ഷി വാസ് ലവ്ഡ്. എപ്പോൾ എന്നെ സ്നേഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശി. ആൻഡ് ഷി ഹാസ് എ ഡീപ്പ് സെൻസ് ഓഫ് സോറോ. ആ ഒരു വേർഡ് നിങ്ങൾ മറന്നു പോകരുത്, എഴുതണം, എക്സാമിന് എഴുതാനുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഷി ഹാസ് എ ഡീപ്പ് സെൻസ് ഓഫ് സോറോ. ഷി ഹാസ് ഡീപ്പ് സെൻസ് ഓഫ് SEN ആണ്, സെൻസ് ഓഫ് സോറോ. സോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖം. SORROWS സോറോസ്. എന്താ പറയുന്നത്? എന്താ സോറോസ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ? എന്താ ദുഃഖം? ഷീ ഹാസ് ഡീപ്. അതായത് ഈ ഒരു വേർഡ് നിങ്ങൾ കാണാതെ പഠിച്ച് അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്തായിരിക്കും നന്നാവുക. എന്താ കാരണം എന്നറിയോ? ഈ ഒരു സെൻറ്റൻസ് ആണ് ഈ കണ്ടന്റ് മൊത്തം, ഈ കവിത മൊത്തം ഏതാണ്? ഷീ ഹാസ് ഡീപ് സെൻസ് ഓഫ് സോറോ. അതാണ് ഇതിൻ്റെ കണ്ടന്റ് അല്ലേ? ഒറ്റ വേർഡിൽ കണ്ടന്റ് ചോദിച്ചാൽ ഒറ്റ വേർഡിൽ മനസ്സിലാക്കാം. കാരണം നിങ്ങൾക്ക് ഇനിയിപ്പോൾ സെൻറ്റൻസ് ഒക്കെ മാറിപ്പോയാലും മറന്നൊക്കെ പോകും. നമ്മൾ അനലൈസേഷൻ ചെയ്യുമ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ, ഷോർട്ട് നോട്ടും പിന്നെ അല്ലാതെ പേഴ്സോണിഫിക്കേഷനും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ ഈ ഒരു സെൻറ്റൻസ് ഷീ ഹാസ് ഡീപ്പ് സെൻസ് ഓഫ് സോറോ, ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒന്നുകിൽ ബൈഹാർട്ട് പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എങ്ങനെയെങ്കിലും മനസ്സിലാക്കി വെക്കുക ഒരു സെൻറ്റൻസ്. എന്നാൽ മാത്രം എന്താ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ക്വസ്റ്റ്യൻസിലും ആവർത്തിച്ച് വരുന്ന ഒരു വേർഡാണ്, ഒരു സെൻറ്റൻസ് ആണിത്. കാരണം ഇതിൽ വരുന്ന എന്ത് ചോദിച്ചാലും, ഈ ക്വസ്റ്റ്യൻസിൽ ഏത് ആൻസർ, ഇപ്പോൾ അനലൈസേഷൻ ചോദിച്ചാലും 1 വേർഡ് ചോദിച്ചാലും അതിൻ്റെ ഷോർട്ട് നോട്ട് ചോദിച്ചാലും ഒക്കെ ഈ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് തെറ്റാണ് ഒരു ടീച്ചേഴ്സും വാല്യുവേഷൻ ചെയ്യുമ്പോൾ പറയൂല തെറ്റാണ്. കാരണം ഇതാണ് ആ കവിത. ആ കവിതയിൽ പറയുന്ന ഒറിജിനൽ കണ്ടന്റ് എന്താണ്? ഷീ ഹാസ് ഡീപ് സെൻസ് ഓഫ് സോറോ about her. ആരെ പറ്റിയാ പറയുന്നത്? about her grandmother, the remembrance of her grandmother. ഓക്കെ, അതാണ് പറയുന്നത് അല്ലേ. ഷീ remember her childhood in her grandmother house when she was loved. She has a deep sense of sorrow in the present. എപ്പോഴാണ് സോറോ? മിസ് ഇവിടെ സോറോ എന്ന് വരെ എഴുതിയിട്ടുള്ളൂ, അതന്നെ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ. ഷീ ഹാസ് എ ഡീപ്പ് സെൻസ് ഓഫ് സോറോ ഇൻ ദ പ്രസന്റ് ബിക്കോസ് നോ വൺ ലവ്സ് ഹെർ നൗ. ഇപ്പം നമ്മുടെ കവയിത്രിയെ സ്നേഹിക്കാൻ ആരുമില്ല. അത്രത്തോളം സ്നേഹിച്ചിരുന്ന ആരും നമ്മുടെ കവയിത്രിയുടെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ഗ്രാൻഡ് മദർ മരിച്ചതോടുകൂടിയാണ് നമ്മുടെ കവയിത്രിക്ക് അത്രയും ഡീപ്പ് സോറോയിലേക്ക് പോയതും ആ ഒരു വീടിനെ പറ്റി ഓർമ്മ വന്നതും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല. നമ്മൾ ഭയങ്കര സങ്കടം സെൻറ്റിമെൻ്റലി പറയുന്നതൊക്കെ ഈ ഒരു കവിതയിലൂടെയാണ്. എന്തൊക്കെയാണ് ആ സോറോ പറയുന്ന 4 സെൻറ്റൻസ്? വിച്ച് ആർ ദ 4 സെൻറ്റൻസ് ഓഫ് ദാറ്റ് സോറോ? ഓക്കെ, അത് കാണുന്ന സോറോസ് 4. ഒന്ന്, ദാറ്റ് വുമൺ ഡൈഡ്. ദാറ്റ് വുമൺ ഈസ് ഹർ ഗ്രാൻഡ് മദർ. ഓക്കെ, നെക്സ്റ്റ് മൈ ബ്ലഡ് ടേൺ കോൾഡ് അല്ലേ, അതായത് അത്രയും സങ്കടം. ദാറ്റ് ഈസ് എ സെൻറ്റിമെൻ്റൽ വേർഡ്. ഏതാണ്? മൈ ബ്ലഡ് ടേൺ കോൾഡ്. നെക്സ്റ്റ് ഫ്രോസൺ എയർ. ഫ്രോസൺ എയറിൽ വൈൽഡ് ഡെസ്പെയർ. ഫ്രോസൺ തണുത്ത കാറ്റേറ്റ് ഞാൻ അവിടെ നിശ്ചലമായി നിന്നുപോയി. നെക്സ്റ്റ് ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്, ഇരുണ്ടമായി എൻ്റെ ജീവിതം ഇരുണ്ടുപോയി, അല്ലെങ്കിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു ഡാർക്ക്നെസ് വ്യാപിച്ചു, അവിടെ ഒരു ഇരുട്ട് വ്യാപിച്ചു. ആര് മരിച്ചപ്പോൾ? നമ്മുടെ ഗ്രാൻഡ് മദർ മരിച്ചപ്പോൾ അവിടെ എന്താ ഒരു ഇരുട്ട് വ്യാപിച്ചു. അപ്പോൾ നമ്മുടെ സന്തോഷം, നമ്മുടെ എല്ലാ കവയിത്രിയുടെ സന്തോഷം നശിച്ചു പോയി എന്നാണ് പറയുന്നത്. Okay, that she lived in such a house was proud and loved. That she lived in such a house. ഈ ഒരു വേർഡ് നിങ്ങൾ കാണാതെ പഠിച്ചോട്ടോ. She lived in such a house was proud and loved. വളരെ അഭിമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി വളർന്നു വന്നൊരു വീടായിരുന്നു. Okay, the house is absolutely silent. But now that house is absolutely silent. ഇപ്പോഴാണ് പൊതുവെ പ്രത്യേകിച്ച് എങ്ങനെ ആയിപ്പോയത്? അബ്സല്യൂട്ട്ലി സൈലൻ്റ് ആയിപ്പോയി. നോ വൺ ലിവ്സ് ഹെർ, അവിടെ ആരുമില്ല. ആൻഡ് ഈവൻ ദ എയർ ഡസ് നോട്ട് സീം ടു ബി മൂവിങ്, അവിടെ കാറ്റ് പോലും ചലിക്കുന്നില്ലേ എന്നാണ് സംശയം.
കാറ്റ് പോലും ചലിക്കാത്ത അബ്സല്യൂട്ട്ലി സൈലൻസ് ആയ ആ ഹൗസിൽ പിന്നെ നോ വൺ ലിവ്സ് ദെയർ, അവിടെ ജീവനില്ല, അതുകൊണ്ടാണ് സ്നേക്സ് ഒക്കെ വന്ന് കൂടിയെന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഹൗസ് ഈസ് വിൻഡോ ഇൻ ടു സൈലൻസ് ബിക്കോസ് ഷി വാസ് ടു യങ് ത്രൂ ദ ബ്ലൈൻഡ് ഓഫ് ദ വിൻഡോസ് ആൻഡ് ദ ഫ്രോസൺ എയർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറക്കണം. മിസ് ഈ കവിത പിന്നെ രണ്ട് സെക്ഷനായിട്ടാണ് ഇത് എടുക്കുന്നത് എങ്കിലും മിസ് അത്രയും കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് മിസ് പറയുന്ന ഓരോ റിപ്പീറ്റ് ചെയ്ത വേർഡ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറച്ചു പോകണം. ദ ഹൗസ് ഈസ് വിൻഡോ ദ സൈലൻസ് ബിക്കോസ് ഷി വാസ് ടു യങ് ആൻഡ് ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബ്ലൈൻഡ് വിൻഡോസ്? ദ സോറോസ് ഓഫ് ഹെർ, ദ സോറോ ഓഫ് അവർ പിന്നെ പോയറ്റ് അല്ലേ? ആരാ പോയറ്റ്? ദാറ്റ് ഈസ് കമലാ ദാസ്. ഓക്കെ, because she was too young and the house is window too young. Suggest 2 or 3 ways to which you can show the love of concern for the elderly. One day she will too become an old and infirm. We would like to be nested with dignity affection of our old age. Grandparents belong to a different generation and have ideas which may not fit the modern context. Grandparents belong to a different generation to an idea which may be not fit the modern context. എത്ര എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും ഉണ്ടാവില്ല, അവർക്ക് മോഡേൺ ജനറേഷനായിട്ട് മിക്സഡ് ചെയ്ത് പോകാൻ പറ്റാമെന്ന് തോന്നാത്ത അങ്ങനത്തെ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിക്ക് ഔട്ട് ദ വേർഡ്സ് ഫ്രം ദ പോയം വിച്ച് കൺവേ ദ സെൻസ് ഓഫ് ലോസ് ദാറ്റ് പോയറ്റ് ഫീൽ. നേരത്തെ നമ്മൾ പിക്ക് ഔട്ട് ചെയ്തില്ലേ അല്ലേ? 4 സെൻറ്റൻസ് നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത്, 4 എണ്ണം മറന്നുപോയത്. ഏതാ 4 എണ്ണം നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത 4 എണ്ണം ഏതൊക്കെയായിരുന്നു? നമ്മൾ 4 പോയിന്റ് പിക്ക് ചെയ്ത്. ദാറ്റ് വുമൺസ് ഡൈഡ് ഒന്ന്, രണ്ടാമത്തെ ദ ബ്ലഡ് ടേൺ കോൾഡ്, ദ തേർഡ് ഈസ് ഫ്രോസൺ എയർ ആൻഡ് വൈൽഡ് ഡെസ്പെയർ ആൻഡ് ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. ദ 4 പിക്ക് ഔട്ട് ഓഫ് ദ 4 സെൻറ്റൻസ് പറഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾ എടുത്തുന്നാലേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. എന്തൊക്കെ പറഞ്ഞാലും മാർക്ക് മാക്സിമം വാങ്ങാൻ നമ്മളെ എന്ത് റിസൾട്ട്? ദ വുമൺ ഈസ് ഡൈഡ്, ദ ബ്ലഡ് ടേൺ കോൾഡ്, ഫ്രോസൺ എയർ ആൻഡ് ആംഫുൾ ഡാർക്ക്നെസ്. ഓക്കെ, 4 സെൻറ്റൻസ് ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ.